ഇപ്പോൾ അധികം രാഷ്ട്രീയ ചിത്രത്തിലൊന്നും കാണാത്ത ഒരു തലമുതിർന്ന CPM നേതാവാണ് മുൻ മന്ത്രിയും അതുപോലെ തന്നെ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെയായ പാലൊളി മുഹമ്മദ് കുട്ടി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം CPM രാഷ്ട്രീയമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ചില വാഗ്ധോരണികളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം മതവർഗീയത എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ഊന്നിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്തതായുള്ള പരാതി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നമ്മളങ്ങനെ കാണുന്നില്ല. ഒരു പ്രാദേശിക മാധ്യമം പാലക്കാട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഒരു ഇന്റർവ്യൂ എടുത്തതിന്റെ ചില ദൃശ്യങ്ങൾ കാണാനിടയായി. അദ്ദേഹത്തോട് ചോദിച്ചത് TK ഗോവിന്ദന്റെയും V കുഞ്ഞികൃഷ്ണന്റെയും കാര്യമാണ്. അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാരാണ് എന്ന കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകൻ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇവർ വെറും പരനാറികളാണ് എന്നുള്ള ഒരു പ്രയോഗമാണ് ഈ തലമുതിർന്ന നേതാവ് നടത്തിയത്. CPM-ന് പരനാറി പ്രയോഗം, നികൃഷ്ടജീവി പ്രയോഗം, കടക്കുപുറത്ത് പ്രയോഗം അതൊന്നും പുത്തരിയല്ല. പിണറായി വിജയൻ തന്നെ അതൊക്കെ തന്നെ പലപ്പോഴായി ഉദ്ധരിച്ചത് നമ്മൾ കണ്ടതാണ്. ജനങ്ങൾക്ക് വേണം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ CPM-കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് MLA-മാരാക്കിയതാണ് ഈ രണ്ടുപേരെയും, തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും. ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തികളെ പരനാറികൾ എന്ന് വിളിക്കുന്നത് എന്ത് രാഷ്ട്രീയ സഭ്യതയുടെ, എന്ത് രാഷ്ട്രീയ മാന്യതയുടെ ലക്ഷണമാണ്? അതും ഒരു തലമുതിർന്ന രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം പറയുന്നത്, പാർട്ടിയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ, പാർട്ടി നടപടികളോട് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? നിങ്ങൾ UDF-ന്റെ ഭാഗമായത് എന്തിനാണ്? UDF-ന്റെ ഭാഗമായിട്ടില്ല, UDF അവരെ പിന്തുണയ്ക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ പാർട്ടി പറയുന്നത് എന്തും അക്ഷരം പ്രതി അനുസരിക്കുകയും പാർട്ടിയോട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി വായും പൊത്തി ഒരു മൂലയ്ക്ക് ഇരിക്കണം എന്ന് പാലൊളി മുഹമ്മദ് കുട്ടി പറയുന്നതിൻ്റെ നൈതികത എന്താണ്? ധാർമ്മികത എന്താണ്? ഇതല്ലേ ഏകാധിപത്യം, അല്ലെങ്കിൽ പാർട്ടി ആധിപത്യം? പാർട്ടി പറയുന്നത് എന്തു വന്നാലും, പാർട്ടി ഇപ്പോൾ പാതിരാത്രി 12 മണിക്ക് പകലാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, പകലാണ്. പാർട്ടി വെട്ടിച്ചിട്ടില്ല, പാർട്ടി ഫണ്ടിലേക്ക് സ്വീകരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരി. അങ്ങനെ ഏറാൻ മൂളികളായ കുറെ ആളുകളെ സൃഷ്ടിച്ചെടുക്കലാണോ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം? പിന്നെ ഈ പരനാറി പ്രയോഗം, ഇതൊക്കെ ഏറ്റവും തരംതാണ രീതിയിൽ ഉള്ള ഒരുതരം പ്രയോഗങ്ങളാണ്. NK പ്രേമചന്ദ്രനെയാണ് പിണറായി വിജയൻ അങ്ങനെ വിളിച്ചത്. ഇപ്പോൾ ഇതൊരു നിഘണ്ടുവായി മാറിക്കഴിഞ്ഞു, CPM-ന്റെ ഒരു നിഘണ്ടുവായി മാറിക്കഴിഞ്ഞു ഈ പരനാറി നികഷ്ടജീവി പ്രയോഗങ്ങളൊക്കെ തന്നെ. ഇതാണ് CPM ജനങ്ങളിൽ നിന്ന് അകലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. പയ്യന്നൂരിലായാലും തളിപ്പറമ്പിലായാലും ഒരുപാട് സഖാക്കൾ ഈ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജയിക്കില്ല, അവിടുത്തെ UDF-ന്റെ വോട്ട് കൂടി ജയിക്കില്ല. ഈ രണ്ട് മേഖലകളും CPM-ന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്, ഏതാണ്ട് പാർട്ടി ഗ്രാമങ്ങൾ തന്നെയാണ്. ഇവിടെ V കുഞ്ഞികൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ ഗോവിന്ദൻ ജയിക്കണമെങ്കിൽ സഖാക്കൾ തന്നെയാണ് വോട്ട് ചെയ്തത്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു, MV ഗോവിന്ദന്റെ ഭാര്യയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഇതൊക്കെ തന്നെ കാണിച്ച വലിയ വലിയ മണ്ടത്തരങ്ങളും വലിയ ശുംഭത്തരങ്ങളുമാണ്. MV ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശുംഭത്തരങ്ങളാണ്. എന്നിട്ട് ഈ തലമുതിർന്ന നേതാവ് ഇത്തരത്തിൽ, അദ്ദേഹത്തിന് പ്രായാധിക്യമുള്ളത് കൊണ്ട് ഓർമ്മയില്ലാതെ പറയുന്നതാണോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ, ഇതുപോലെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ, ഇതുപോലെയുള്ള ആളുകളുടെ മനോഭാവം, ഇത് തന്നെയാണ് CPM-നെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിയും തുടരും.